അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അബ്ദുള്ള സഖാഫി ഉസ്താദിന്റെ മുനവ്വിർ സുന്ന ദർസിന്റെ അതിപ്രഗൽഭമായ ഒരു പദ്ധതിയായിരുന്നു ഓരോ ദിവസവും ഓരോ അറിവ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അതിൻ്റെ 500ാമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത് എന്ന് പറഞ്ഞാൽ ജനങ്ങളിലേക്ക് വ്യത്യസ്തമായ വിഷയങ്ങളിൽ 500 വിവരങ്ങൾ കൈമാറി എന്നതാണ് അതിൻ്റെ താല്പര്യം. 500 വിവരങ്ങൾ കൈമാറുക എന്നുള്ളത് അത്രമേൽ ചെറിയ ഒരു പരിപാടിയൊന്നുമല്ല. അതും വ്യത്യസ്തമായ വിഷയങ്ങൾ, കേവലം ഒരു വിഷയത്തെ മാത്രം കേന്ദ്രീകരിച്ച് ഇങ്ങനെ പോകാതെ ആ ഒരു സമയത്ത് എന്താണോ സമൂഹത്തിനും സമുദായത്തിനും ജനങ്ങൾക്കും ആവശ്യം, ആ ഒരു വിഷയത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിലെ ഏറ്റവും പ്രബലമായ ഒരു ആശയത്തെ, ഒരു വിഷയത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മുനവ്വിർ സുന്ന ദർസ് ചെയ്യുന്ന ഈ ഒരു പ്രവർത്തനത്തിന്റെ ആകത്തുക. പലപ്പോഴും ഇതിങ്ങനെ മെസ്സേജ് വരുന്ന സമയത്ത് ഇതൊന്ന് നമുക്ക് കാണണം, അല്ലെങ്കിൽ ഈ ഒരു ആശയത്തെക്കുറിച്ച് എന്തായിരിക്കും നിലപാട് സമസ്തയുടെ, അതിനേക്കാൾ അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ കിതാബീപരമായിട്ടുള്ള ഈ വിഷയത്തെക്കുറിച്ചുള്ള താല്പര്യം എന്തായിരിക്കും എന്നൊക്കെ ആലോചിക്കുമ്പോഴേക്കും 2 ദിവസങ്ങൾക്ക് ശേഷം ഈ ഒരു മെസ്സേജ് ഇങ്ങനെ കടന്നു വരുമ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരിക്കും മനസ്സിലേക്ക് വരിക. ഞാൻ ആലോചിച്ച് പോകുന്നത് അഫ്ദൽ ഇൽമി ഇൽമുൽ ആൽ എന്നുള്ളതാണല്ലോ. അവസരോചിതമായ അറിവാണ് ഏറ്റവും പ്രധാനമർഹിക്കുന്നത് എന്ന് പറയും പോലെ ആ ഒരു അവസരത്തിലേക്ക് ലഭിക്കുന്ന ഒന്നിനിക്ക് മധുരം കൂടുതലായിരിക്കും. അത് കേവലം ഒരേ ഒരു വിഷയത്തിൽ കേന്ദ്രീകരിച്ച് മാത്രമല്ല. അവിടെ ഖുർആനുണ്ട്, ഹദീസുകളുണ്ട്, ചരിത്രങ്ങളുണ്ട്, സൈക്കോളജി പരമായിട്ടുള്ള വിവരങ്ങളുണ്ട്, മറ്റു കേരളത്തിലെ അറിയപ്പെട്ട വലിയ പണ്ഡിതന്മാരുടെ ക്ലാസ്സുകളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്ലിപ്പുകളുണ്ട്. ഇങ്ങനെ നീളുന്ന മെസ്സേജുകൾ. ഒരു തവണ ഒരു ദിവസത്തെ ടീറ്റ് ഇങ്ങനെ നോക്കിയ സമയത്ത് മനസ്സിലേക്ക് പതിച്ച, നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു ചരിത്രമുണ്ട്. ഒരു മഹാസംഭവത്തെ വളരെ സുന്ദരമായ രീതിയിൽ 4 വാക്കുകളിൽ 4 വേർഡുകളിൽ ഒതുക്കുന്ന ഒരു സുന്ദരമായ ഒരു ടീറ്റ് ഒരു ദിവസം കണ്ടിരുന്നു. സുന്നത്തുകൾ നമസ്കരിക്കുകയും അതുപോലെ തന്നെ സുന്നത്ത് നോമ്പുകൾ ദിവസവും അനുഷ്ഠിക്കുകയും ചെയ്തിരുന്ന ഒരു സ്ത്രീ അയൽവാസിയെ ദ്രോഹിച്ചതിന്റെ പേരിൽ അവൾ നരകത്തിലാണ് എന്നും, അത്തമേൽ നിസ്കാരങ്ങളിലൊന്നും സജീവമാകാതെ ഫർളായ നിസ്കാരങ്ങൾ മാത്രം നിർവഹിക്കുകയും എന്നും പാവപ്പെട്ട മനുഷ്യർക്ക് അല്പം ഭക്ഷണം വിതരണം ചെയ്തിരുന്ന ഒരു സ്ത്രീ സ്വർഗത്തിലുമാണ് എന്നുള്ള ആ ഒരു ഹദീസിന്റെ പരാമർശം വളരെ സുന്ദരമായ വേർഡുകളിൽ അല്പം മാത്രം, ഒരു തവണ ഒരു 2-3 സെക്കൻഡുകളുടെ നോട്ടം കൊണ്ട് മാത്രം ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ട്വീറ്റുകളൊക്കെ മനസ്സിന് വല്ലാതെ സന്തോഷം നൽകുന്നതായിരുന്നു. അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞു നിൽക്കും. വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ വിശുദ്ധ ഖുർആനുമായി റിലേറ്റഡ് ആയ ഒരു ട്വീറ്റ്. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ട്വീറ്റുകളൊക്കെ വരുമ്പോൾ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന നമുക്ക് വല്ലാത്തൊരു മോട്ടീവായിരിക്കും ആ ഒരു കാര്യങ്ങൾ. 2 ദിവസങ്ങൾക്ക് മുമ്പ് വന്നൊരു ട്വീറ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാല് രാത്രി വളരെ വൈകിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തുകയും അവസാന നിമിഷം വരെ ഫോണ് കയ്യിൽ നിന്ന് വെക്കാതെ കാത്തിരിക്കുകയും ഏറ്റവും അവസാനം ഫോണും നമ്മളും ഒരുമിച്ച് ഉറങ്ങിപ്പോകുന്ന ചില രംഗങ്ങളൊക്കെ പലപ്പോഴും കടന്നു വരാറുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങളിലായിരുന്നു മിഞ്ഞാന്ന് വന്ന ഒരു ട്വീറ്റ് വല്ലാതെ മനസ്സിനെ ആകർഷിച്ചത്. ഉറങ്ങുന്ന എനിക്ക് തൊട്ട് മുമ്പെങ്കിലും ഫോണുകളൊക്കെ ഒന്ന് മാറ്റിവെച്ച് റബ്ബിലേക്കടുത്ത് അന്ന് ചെയ്ത നന്മകളെയും തിന്മകളെയും കുറിച്ച് ഒന്ന് ഹൃദയത്തിലേക്ക് ഒന്ന് മെല്ലെ കൊണ്ടുവന്ന് നാഥനിലേക്ക് മടങ്ങിയിട്ട് ചെല്ലാനുള്ള ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് ഉറക്കിലേക്ക് മടങ്ങാൻ വേണ്ടിയുള്ള ഒരു വളരെ മനസ്സിന് സന്തോഷം നൽകുന്നതും എന്നാൽ നമ്മളൊക്കെ മറന്നു പോകുന്നതുമായ, എന്നാൽ ചെയ്യണമെന്ന് പലപ്പോഴും ആഗ്രഹിക്കുന്നതുമായ ഒരു കാര്യത്തെക്കുറിച്ച് വീണ്ടും ഓർമ്മിപ്പിച്ചൊരു ട്വീറ്റായിരുന്നു 2 ദിവസങ്ങൾക്ക് മുമ്പേ ഉള്ളത്. ചുരുക്കി പറഞ്ഞാൽ അവസരത്തിനൊത്ത് ഓരോ മനുഷ്യനും എപ്പോഴും അവനക്ക് ലഭിക്കേണ്ട വിവരങ്ങളെ ഏറ്റവും സുന്ദരമായ രീതിയിൽ ക്രിയാത്മകമായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ട്വീറ്റിന്റെ ഏറ്റവും ഒരു സന്തോഷം എന്നുള്ളത്. എന്തായാലും നിങ്ങളുടെ ഈ ഉദ്യമനം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ജനങ്ങളിലേക്ക് കൈമാറിയ ഈ 500 അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ ആളുകൾ പകർന്നുകൊണ്ടേയിരിക്കും. പലപ്പോഴും നമ്മുടെ ക്ലാസ് റൂമിലേക്ക് ഇങ്ങനെ എത്തുന്ന സമയത്ത്
കുട്ടികളോട് ഇങ്ങനെ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ്സുകളിൽ കുട്ടികളോട് ഇങ്ങനെ സംവദിക്കുമ്പോഴേക്കും 2 ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുമ്പ് 1 മാസങ്ങൾക്ക് മുമ്പൊക്കെ വന്ന ആ ട്വീറ്റിന്റെ അല്ലെങ്കിൽ വന്ന ആ മെസ്സേജിന്റെ ഒരു ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് വരിക. അപ്പോൾ നമുക്കത് കുട്ടികളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കാൻ സാധിക്കാറുണ്ട്. നമുക്ക് നേരത്തെ നമ്മൾ കിതാബുകളിൽ പഠിച്ചതും ചരിത്രത്തിൽ നിന്ന് കേട്ടതൊക്കെ തന്നെ ആയിരിക്കും. നമ്മളുടെ ഓർമ്മകളിൽ നിന്ന് എപ്പോഴോ അസ്തമിച്ച പലതും വീണ്ടും വീണ്ടും നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് തികട്ടി വരുന്ന ഒരു രീതി ഈ ട്വീറ്റ് കൊണ്ട് പലപ്പോഴും നമുക്ക് ലഭിക്കാറുണ്ട്. എന്തായാലും അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ എന്ന് ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തി 500-ാമത്തെ ദിവസങ്ങൾക്കപ്പുറത്തേക്ക് ഇനിയും വർഷങ്ങളുടെ ദിവസങ്ങളുടെ യാമങ്ങളുടെ യാത്രയിലേക്ക് എത്താൻ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ടീമിനിക്കും സാധിക്കുമാറാവട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.